ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ചാനൽ ഓപ്പൺ ആക്കി. അപ്പോൾ എല്ലാവരും പഴയമാതിരി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ 8ന്റെ പണിയെന്ന് പറഞ്ഞാലൊന്നും പോരാ ഗായ്സ്. അത്രയും ദിവസം എൻ്റെ മൈക്ക് കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. വീണ്ടും ചാനൽ ഓപ്പൺ ആക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അന്ന് രാത്രി തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അന്ന് രാത്രി തന്നെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടും പോയി. അപ്പോൾ ഞാൻ പിന്നെ അത് കടയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അതൊക്കെ നന്നാക്കി. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫോൺ എൻ്റെ കൈ കിട്ടിയത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിനെയും കൊണ്ട് വീണ്ടും ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. ഞങ്ങൾ അഡ്മിറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓനെയും കൊണ്ട് ഇന്നൊന്ന് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അതിന് പോയി വന്നു. ഓന് കുഴപ്പമൊന്നുമില്ല, ഓൻ ഓക്കെ ആയിട്ടുണ്ട്. എന്താ കണ്ടോ, ഇന്ന് എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാണ്. എന്തിനാ പോണേന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് ഈവനിങ് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇനി എന്നെ റെഡിയാക്കണം. മോളും ഉണ്ട് ഞങ്ങളെ കൂടെ, ഉള്ളത് അവിടെ റെഡി ആവണേ. അപ്പോൾ ഞങ്ങൾ റെഡി ആയി ഗായ്സ്. ഇനി ഞങ്ങൾ പോകാൻ നോക്കട്ടെ. അപ്പോൾ ഇപ്പം തന്നെ സമയം ലേറ്റായി. ഹോസ്പിറ്റലിൽ 7:30 ഒക്കെ ആകുമ്പോഴാണ് എത്താൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് പോണ വഴിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ബ്ലഡ് കൊടുത്ത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനാണ് ഞാൻ മരുന്ന് കുടിക്കണമെന്നുള്ളതൊക്കെ ഞാൻ വയ്യെ പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. കണ്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല വീഡിയോ ഓനോളെ കയ്യിത്തെ പെപ്സി വാങ്ങും. ഞാൻ തരൂല, കുടിച്ചാനായിട്ടില്ല. രണ്ടാളും തരൂല, ഞാൻ തരൂല. ഓക്കെ ഓക്കെ. ഇപ്പ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. അപ്പൊ ഗൈസ് ഒരു പൊട്ടത്തരം കാട്ടിൽ നിൽക്കുകയാണ് ഞാൻ ഇവളും. ഞാൻ മറക്കരുത് എന്ന് വിചാരിച്ച് ഓൻ്റെയും ചീട്ട്. അപ്പോൾ ഓന് വൈകുന്നേരത്ത് ആവി പിടിക്കാനുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ഓക്സിജൻ വെച്ച് ആവി പിടിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ചീട്ടും മരുന്നും എല്ലാം എൻ്റെ ചീട്ടിൻ്റെ കൂടെ ഇട്ടിട്ട് മറക്കരുത് എന്ന് വിചാരിച്ച് വെച്ച് ഇവളെ ഏൽപ്പിച്ചതാണ് ഞാൻ. പക്ഷേ ഓളും മറന്നു, ഞാനും മറന്നു. അത് എന്താ ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുക്കാൻ മറന്നു ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി 2 hours കഴിയണം. അപ്പോൾ എന്തിനാണ് ഞാൻ വന്നത് ഡോക്ടറെ കാണിക്കാനെന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ വന്നതാണ്. അപ്പോൾ ഞാൻ അതിന് ഇപ്പോൾ ഒരു 4 മാസമായിട്ട് മരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോഴും അത് പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 4 മാസത്തോളമായിട്ട് ഞാൻ അതിന് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു 3 മാസം കാണിച്ച ചീട്ട് കൊണ്ടുവന്നില്ല. പക്ഷെ അത് പ്രശ്നമൊന്നുമില്ല, ഒരേ മെഡിസിൻ തന്നെയാണ് കഴിക്കണോണ്ട്. അപ്പോൾ എന്തായാലും അത് മറന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മറക്കാതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചത് അവളെ. ഞാനും മറന്നു. അപ്പോൾ എത്ര ഉള്ളു ഗൈസ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. പിന്നെ 7 മണിക്കാണ് ഡോക്ടറെ കാണിക്കാനുള്ള ടൈം കിട്ടിയിട്ടുള്ളത്. അപ്പോഴത്തേന് പരിപാടികളൊക്കെ കഴിഞ്ഞാണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ ഞങ്ങൾ അമ്മക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഹോസ്പിറ്റലിൽ ഡോക്ടർ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അവിടുന്ന് സമയമായിട്ടില്ലല്ലോ, ടൈമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് വെക്കാൻ വേണ്ടി. മോളൂ ഇനി എങ്ങോട്ടാ നമ്മൾ പോണേ? എന്തിനും അതെ, പുറത്തിറങ്ങിയാ ഫുഡ് കഴിക്കണം. ഫുഡ് അത് ഇവിടെ മെയിനാണ്. വേറൊരു പരിപാടിയില്ല. അതിനൊക്കെ കെട്ടിച്ചമ്മ ഇങ്ങനെ വന്നിക്കണം. മദ്രസ വരെ ലീവാക്കി കണ്ടില്ലേ? അതൊക്കെ സങ്കടം. മമ്മി എന്തിനാ പോന്നിക്കണോ? നിങ്ങൾ എന്തിനാ പോന്നിക്കണേ? നമുക്ക് ചെരുപ്പ് എടുക്കാന്, ഞാൻ ഫുഡിന്, നമ്മള് ഹോസ്പിറ്റലിലേക്ക് പക്ഷെ ചീട്ടെടുക്കാൻ മറന്നു. ഒക്കെ ഒരുമിച്ചാണ്. ഇവരെന്തിനാ പോന്നിക്കണേ? ഇവനെന്തിനാ പോന്നിക്കണേ? ഞാന് ഞങ്ങൾ പല
എപ്പോഴും അങ്ങനെ ചുരുക്കുന്നില്ല. അപ്പം ഞാൻ പറയാം വേറെ വല്ല ഡിസൈൻ ഉണ്ടോ, വേറെ വല്ല ഡിസൈൻ ഉണ്ടെങ്കിൽ എടുക്കാൻ പറയാം. കൊയങ്ങി കിടക്കണ പാവം വന്ന ക്ഷീണത്തില്. ഒന്നും പറഞ്ഞില്ല. കടന്നോ ആ ഓക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വീട്ടിലെത്തി. ഏകദേശം 9 മണിയൊക്കെ ആയി ഇപ്പൊ ടൈം. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ട് യാനിക്ക് ആവി പിടിക്കാൻ ഡോക്ടർ എഴുതി തന്ന ചീട്ട് എടുക്കാത്തത് കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഓൻ്റെ ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും ഹോസ്പിറ്റലിൽ പോയി ഓൻ്റെ ആവിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ആ വൈക്ക് മോളുവിനെ മദ്രസയിൽ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. പിന്നെ യാനിക്ക് ഇപ്പോൾ ഫുഡും മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങളും ഫുഡ് കഴിച്ചു. ഇനി നല്ല ടയേർഡാണ്, ഇനി കിടന്നുറങ്ങണം, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഗായ്സ്. എനിക്ക് എന്തെങ്കിലും പറയണ്ടോ? നല്ല ടയേർഡായിരുന്നു, വേറെ നിങ്ങൾക്ക് പറയാനോ. ബൈ. എനിക്ക് എന്തെങ്കിലും പറയണ്ടോ? അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.